ഹലോ ഓൾ ഡോക്ടർ ആഷിഖാണ് ഡോപ്പയെന്നാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല. ഞാനിവിടെ ഒരു ഓഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെയാണ് ഈ മെസ്സേജ് പ്ലേ ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു 3 മിനിറ്റ് നീളമുള്ളത് അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി 3 മിനിറ്റ് ദൈർഘ്യമുള്ള സാധനമാണ്. എൻ്റെ ഒരു സ്റ്റുഡന്റ് അയച്ചതാണ്. ഡോപ്പയിൽ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അയച്ച മെസ്സേജാണ്. അപ്പോ ഈ മെസ്സേജ് കേട്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു സ്റ്റുഡന്റിന്റെ മാത്രം കാര്യമാവില്ല. ഒരുപാട് ആളുകളുടെ കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ഒന്ന് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കുട്ടികളും പേരൻസും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഞാൻ നോക്കാം. ഒരു കുട്ടി വളരെ വിഷമത്തോട് കൂടിയിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പാർട്ടായിട്ടൊന്ന് കേട്ടിട്ട് എന്തായിരിക്കും കാര്യങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് കേട്ട് തുടങ്ങാം അല്ലേ? ഞാൻ മെസ്സേജ് അയക്കണത് എനിക്കറിയില്ല. എനിക്കത് ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട്. പറയാൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അവരോടൊന്നും തുറന്ന് പറയാൻ കഴിയുന്നില്ല. ആരോടും തുറന്നു പറയാൻ കഴിയുന്നില്ല. ഞാൻ സ്ട്രെസ്ഡ് ആണെന്നും എനിക്ക് അങ്ങനെ അറിയുന്നില്ല. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഉം. ഇതൊരു എന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികള് മിക്കവാറും സാധാരണ ഇതിൽ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് സ്ട്രെസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവില്ല. അവർക്കിങ്ങനെ തോന്നാറുണ്ട്, സംശയം തോന്നാറുണ്ട്. ഇത് സ്ട്രെസ് ആണോ? അതോ അത് വേറെ എന്തെങ്കിലും സാധനങ്ങളാണോ? എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഉറപ്പൊന്നുമില്ല. സ്ട്രെസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് സ്ട്രെസ്സിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ വേറൊരാളോട് പറയാൻ വേണ്ടി പറ്റും. കുറെ ആൾക്കാരൊക്കെ ചുറ്റുമുണ്ട്. ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ പേരൻറ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. പക്ഷെ ആരോടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒന്ന് തുറന്ന് പറയാ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും പറ്റുന്നില്ല. എന്താ സംഭവം എന്ന് കൂടി മനസ്സിലാവാത്ത ഒരവസ്ഥ. അത് കടന്നു പോകാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഇതിപ്പോ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നീറ്റ് കോച്ചിങ് സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആരംഭിച്ചത് ജൂണിലാണ് ആരംഭിച്ചിട്ടുണ്ടാവുക. ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു എന്നുള്ള ഒരു സ്ഥലത്തിലാണ്. ഏകദേശം ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം 3 മന്ത്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പീരീഡില് പൊതുവില് ഞാൻ അങ്ങനെ തന്നെ പറയാൻ വേണ്ടി പൊതുവില് എല്ലാ കുട്ടികളുടെയും ഒരവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവർക്ക് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. അപ്പോ ഈ സമയത്ത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ഇതിനെ പറ്റിയിട്ട് ഞാൻ മുന്നേയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഇവര് വരുന്ന ഈ ഓഡിയോയുടെ തന്നെ കുറച്ചും കൂടി കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഈ കുട്ടി തുടക്കത്തിൽ എങ്ങനെയായിരുന്നു തുടങ്ങിയെന്നുള്ളൊരു കാര്യം ഈ കുട്ടി പറയുന്നുണ്ട്. നമുക്ക് ആ സാധനത്തിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാൻ വേണ്ടി പറ്റും. തുടക്കത്തിൽ നല്ല അവസ്ഥയിൽ തുടങ്ങിയ ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പഠിക്കാൻ പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. എന്റെ അപ്പൊ കുട്ടിയുടെ ബെസ്റ്റ് ട്രൈ വാക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ഒരു നീറ്റ് ആസ്പിരന്റ് വർക്ക് ചെയ്യേണ്ട മാതിരി വർക്ക് ചെയ്യില്ല. എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഈ കുട്ടി ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടേ ഞാനിപ്പോ പറഞ്ഞ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു നീറ്റ് ആസ്പിരന്റ് പണിയെടുക്കുന്നത് പോലെ ഞാൻ പണിയെടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കേട്ടപ്പം, ഞാൻ ഈ കുട്ടിയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസിലുള്ള കോർഡിനേറ്ററെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഹെഡ് കോർഡിനേറ്ററെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഈ കുട്ടിയുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടി എല്ലാ ദിവസവും മുടങ്ങാതെ 12 അവേഴ്സിന്റെ മേളിൽ 12 മണിക്കൂറിന്റെ മുകളിൽ വർക്ക് എടുക്കുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി. ഈ പറയുന്ന ഒരു കുട്ടീന്റെ കാര്യത്തിൽ. അപ്പൊ ഈ കുട്ടി എന്നിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാനൊരു നീറ്റ് ആസ്പിരന്റ് പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എനിക്ക് പേടിയാണ്. ഞാൻ വർക്ക് പക്ഷെ എന്നാലും മതിയാവുന്നില്ല. എന്താന്ന് വെച്ചാല് അവർക്ക് ഒരു ഫീൽ ഉണ്ടെന്ന് വെച്ചാല് മുഴുവനായിട്ടും തൃപ്തി വരുന്നില്ല. എത്ര പണിയെടുത്തിട്ടും മതിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഈ കുട്ടിക്ക് ഈ സാധനത്തിനകത്ത് വരുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം നമുക്ക്. എനിക്ക് എന്റെ മൈൻഡ് എനിക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്റെ മൈൻഡ് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ എവിടേക്കോ വേണ്ടി പോവാണ്. പറ്റുന്നില്ല. നല്ലോണം പഠിക്കണം എന്നുണ്ട്. പക്ഷെ പിന്നെ ആകെ ഒരു ഇടങ്ങേറ് വരികയാണ് എനിക്ക്. മനസ്സിക്കൊന്നും തീരെ സുഖമില്ലാത്ത പോലെ. ഇതാണ്. ഇത് കേട്ടോ. കുട്ടി ആദ്യം പറഞ്ഞു എനിക്ക് സ്ട്രെസ് ആണോന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ആകെ ഒരു എടങ്ങേറ് വരാണ്. ആ വാക്കൊരു പക്ക നാടൻ വർത്താനമാണ്. പക്ഷെ ആ കുട്ടി തുറന്ന് സംസാരിക്കുന്നുണ്ട്. സാധാരണ ഇതിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കാറില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ആകെപ്പാടെ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ ഒരു എടങ്ങേറ് പോലെ വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തിൽ കുട്ടി സംശയിച്ചത് എനിക്ക് സ്ട്രെസ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ദിസ് ഈസ് റിയൽ. ഇത് സ്ട്രെസ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് സംശയങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സ്ട്രെസ്സിന്റെ റീസൺ എന്താന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ള കാര്യം. ഇതുവരെ കുട്ടി പറഞ്ഞു ഞാന് ഇങ്ങനെ എന്താ പറയാ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സമയം നോക്ക് 12 അവേഴ്സിന്റെ മേളിൽ പഠിച്ചിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, തൃപ്തി വരുന്നില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്തായിരിക്കും എന്നുള്ള കാര്യമല്ലേ. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമുണ്ട്. കാരണം ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ ഒരു ഓഡിയോ ക്ലിപ്പിൽ തന്നെ മൾട്ടിപ്പിൾ കാരണങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കിയത്. നമുക്ക് നോക്കി നോക്കാം. എനിക്ക് മനസ്സിരുത്തി പഠിക്കാൻ വയ്ക്കണില്ല. മനസ്സിരുത്തി പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നുള്ള ഫീല്. എനിക്ക് ആദ്യം ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ റെസിഡൻഷ്യൽ ബാച്ച് ആണ് ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് പോകുമ്പോഴൊക്കെ. പക്ഷെ ഈ ഒരു മാസം അങ്ങനെ എടുക്കാനായപ്പോ എനിക്ക്
അതാണ് കാര്യം. അവിടെ നോക്ക്, റെസിഡൻഷ്യൽ ബാച്ചാണ്. അപ്പൊ ഞാൻ ആദ്യം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഈ ഒരു മാസം ആയപ്പോഴത്തേക്ക്, ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് തുള്ളി ചാടിയിട്ടാ വരാ. അപ്പൊ ഡോപ്പയിലേക്ക് മാത്രമല്ല, ഏതൊരു കോച്ചിങ് സെന്ററിലേക്ക് പോയ കുട്ടികളും ജൂൺ മാസത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടാവാ. പക്ഷേ ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, ഈ ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖം ഇങ്ങനെ സങ്കടം കൊണ്ട് നിറയാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവും. ഇത് കുട്ടികളുടെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ദിസ് ഈസ് ഓൾ നോർമൽ. എല്ലാവർക്കും വരുന്ന, എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കുക. പക്ഷെ കുട്ടിക്ക് ഇപ്പൊ ഉണ്ടാവുന്ന സാധനം തുടക്കത്തിൽ കാര്യം പറ്റുന്നില്ല. എനിക്ക് പാരന്റ്സിനെ കാണണമെന്ന് തോന്നുന്നു. ഇതാണ്. ഞാനിപ്പോ വീട്ടിലാണ്. ഉം. എനിക്ക് ഈ മാസത്തെ ലീവ് വൈകിയോണ്ടാണോ എന്തോ അറിയില്ല, എനിക്ക് പാരന്റ്സിനെ കാണാതിരിക്കാൻ വയ്ക്കുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ പേരൻസ് വീട്ടിലേക്ക് പോകുന്നു. ഇനി നാളെ ഞാൻ വീട്ടിലേക്ക് ഇവിടെ തിരിച്ചു ഹോസ്റ്റലിൽ പോകും. നിന്ന് വെക്കേറ്റ് ട്യൂഷൻ പോകുന്നു. എക്സാം ഒരു ദിവസം വീട്ടിൽ പോയിട്ട് എഴുതാൻ തിരിച്ച് വേണ്ടിയിട്ട്. എക്സാമിന് വേണ്ടി തിരിച്ചു പോകാൻ നിൽക്കാണ്. സാർ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. ഐ എം നോട്ട് ഫീലിംഗ് എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറയുമ്പോൾ. എങ്ങനെ എനിക്കറിയില്ല സാർ, ഞാൻ പറയണ്ടേന്ന് പറയുന്നത് എനിക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ സങ്കടം വരാൻ പോകും, കരയാൻ വേണ്ടി എനിക്ക് തുടങ്ങുന്നു. പാരന്റ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. പേരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ പേരൻസിന് വേണ്ടിയിട്ട്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോ കുട്ടികളും, ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് പോരുന്ന കുട്ടികൾ ചിലപ്പോൾ നിങ്ങളോട് സ്നേഹത്തിൽ വർത്താനം പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ വഴക്കിടുന്നുണ്ടാവും, പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പക്ഷെ പേരൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടി, അതിന്റെ കാരണം കൂടി നിങ്ങൾ കേട്ടോ കേട്ടോ. ഇപ്പോ കേട്ടോ. ഫിനാൻഷ്യലി വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു സമയത്തിന് ഫീ ഒക്കെ അടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓൾക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. റിസൾട്ട് വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ലാസ്റ്റ് സ്ലൈഡിലാണ്. എനിക്ക് മോൾക്ക് സെക്കൻഡ് സ്ലൈഡുക്കും അതിന്റെ മുകളിലത്തെ സ്ലൈഡുക്കും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിൽ വേറെ സ്റ്റുഡൻസിന്റെ പോലെ എനിക്ക് കഴിയുന്നില്ല. സാർ, ഞാൻ എന്താ ചെയ്യണ്ടു? എന്റെ എന്റെ മനസ്സ് എന്റെ മനസ്സ് തീരെ ശരിയില്ല. എനിക്ക് പറ്റുന്നില്ല. പാരന്റ്സ് എന്താ അങ്ങനെ ചോദിക്കണം, ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്ക് അവരോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാൻ ആ പോയിന്റ്സിനകത്ത് ഇങ്ങനെ വെറുതെ എഴുതി സർ, വെച്ചതാണ്. കോട്ടക്കല് ഡെസ്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കുട്ടി ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാണെങ്കിൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടി അവിടെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടി അവിടെ പറയുന്നത് എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ കുട്ടി പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുക. ആ കുട്ടിയുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ കേട്ട് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് പേരൻസ് ആണ്. അച്ഛന്, അമ്മ, അല്ലെങ്കിൽ അവരുടെ ബാക്കി ആൾക്കാര് എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് പേരൻസിന്റെ ബുദ്ധിമുട്ട് ആലോചിക്കുന്നത്? കാരണം വെച്ചാൽ വീട്ടിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അത്ര നല്ലതല്ല. എന്നിട്ടും അവർ കറക്റ്റ് സമയത്ത് ഫീ പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്റെ പെർഫോമൻസ് വളരെ ലോ ആണ് എന്നുള്ള കാര്യങ്ങളാണ് കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ. കുട്ടി പറയുന്നുണ്ട്, എന്റെ റിസൾട്ട് വരുമ്പോൾ എന്റെ റിസൾട്ട് ഏറ്റവും ലാസ്റ്റിലേക്കാണ് വരുന്നത്. ബാക്കിയുള്ള കുട്ടികളെ പോലെ ഒന്നും എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്റെ സെക്കൻഡ് ലാസ്റ്റ് പേജിലേക്ക്, അതിന്റെ മേളിലേക്ക് കയറാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, കുട്ടി കമ്പയർ ചെയ്ത് നോക്കുക, ബാക്കി ആൾക്കാരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, മനസ്സിന് തീരെ സുഖമല്ല എന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്. സോ ഇത് നമ്മളെ നാട്ടില് നീറ്റ് ആസ്പിരൻസ് മുഴുവനായിട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മുഴുവനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ എന്താ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇതുപോലെ തീരെ മാർക്കില്ലാത്ത ഒരു കുട്ടി കടന്നു പോകുന്ന ഒരു അവസ്ഥയല്ലേ. അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കുട്ടികളും, ഇൻക്ലൂഡിങ് ദ ടോപ്പേഴ്സ്, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു എക്സാമിന് ഒരു 680 മാർക്കോ 660 മാർക്കോ 640 മാർക്കോ 620 മാർക്കോ 600 മാർക്കോ ഒക്കെ സ്കോർ ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ പൊട്ടൻഷ്യലി നെക്സ്റ്റ് ഇയറിലെ ടോപ്പേഴ്സ് ആണ്. ഈ കുട്ടികൾ വരെ തോന്നുന്നത് സെയിം തോന്നൽ തന്നെയായിരിക്കും. ഇതേപോലെ തന്നെയാണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അവരുടെ ഒരു ഫീലിംഗ് വെച്ചിട്ട് ഞാൻ പഠിക്കുന്നത് ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ. തുടക്കത്തിൽ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ ഭയങ്കര ആവേശത്തിലാണ് വന്നത്, എന്നിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഇതിനൊക്കെ കൂടി നമുക്ക് എന്ത് പരിഹാരമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ കുട്ടികൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കിനി വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഡാനി ക്രൂഗർ എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് കർവാണ്. ഒരു വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള 2 സയന്റിസ്റ്റുമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡാനി എന്നാണ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി പോട്ടോ, ഡാനി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മറ്റൊരാളുടെ പേര് ക്രൂഗർ എന്നായിരുന്നു, ഡാനി ക്രൂഗർ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി റിസർച്ചുകൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട് ഡാനി ക്രൂഗർ എഫക്ട് എന്ന് പറയുന്ന ഒരു സാധനം.
അപ്പൊ ഈ ഡാനി ക്രൂഗർ എഫക്റ്റില് അവരെന്താണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവരെന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇതിന് പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ട്ടോ. ഇതിപ്പോ സൈക്കോളജിസ്റ്റുകളൊക്കെ കാണുന്നുണ്ടാവും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത് പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു സാധനം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതായത് സ്റ്റാർട്ടിങ് ടൈം നമ്മളിപ്പോ ഗ്രൗണ്ട് സീറോ എന്ന് പറയാമല്ലോ, നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതാണ് സ്റ്റാർട്ടിങ് ടൈം. ആ സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് ആ കാര്യം ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ കോൺഫിഡൻസ് വിൽ ബി വെരി ഹൈ. ഈ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് വെരി ഹൈ ആയിരിക്കും. അപ്പൊ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അബൌട്ട് കോൺഫിഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ തുടങ്ങുന്ന മാസത്തിൽ കോൺഫിഡൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്തോറും വാട്ട് വിൽ ഹാപ്പൻ ടു ദ കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കോൺഫിഡൻസ് പതുക്കെ 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 കുറഞ്ഞു വരാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് പോകുന്തോറും അവരുടെ നോളജ് കുറച്ചും കൂടി വരും. അതായത് ആ കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ നീറ്റ് ഇപ്പൊ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, സാർ ഞാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. കാരണം വെച്ചാൽ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ഇവിടെയാണ്. ഇത്രയും പൊക്കത്തിൽ നമ്മൾ എന്താ പറയാ അങ്ങനെ ഹയർ കോൺഫിഡൻസിലാണ് ഈ കുട്ടി നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതോറും ഇവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു 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 വരും. ആൻഡ് ദിസ് കോൺഫിഡൻസ് നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടതെന്ന് വെച്ചാൽ മിക്കവാറും കുട്ടികളുടെ കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു ലോവർ മോസ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്നത് നമ്മളെ ഒരു 3 മാസം കഴിയുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഒരു 3 മന്ത്സ് എന്നുള്ള പീരീഡിൽ മിക്കവാറും ആൾക്കാരുടെ കോൺഫിഡൻസ് ഒക്കെ ഏറ്റവും താഴെ നടുവിൽ വന്ന് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഇവിടെ നിന്നിട്ടാണ് നമുക്കിപ്പോൾ നീറ്റ് സക്സസ് എന്നൊക്കെ പറയുന്ന നമ്മൾ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും ആവേണ്ട ഒരു സാധനമാണ് നീറ്റിൽ എന്താവണം, സക്സസ്ഫുൾ ആവണം. നീറ്റിൽ സക്സസ്ഫുൾ ആവേണ്ട ഒരു നിലയിലേക്ക് ഇങ്ങനെ കടന്നു പോയിട്ട് ഇവിടെയായിരിക്കും നമ്മളുടെ എന്തിരിക്കുന്നുണ്ടാവുക, സക്സസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ സക്സസിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ കോൺഫിഡൻസിലായിരിക്കും കുട്ടി വന്നിട്ടുണ്ടാവുക. നമുക്ക് ശരിക്കും അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ശരിക്കല്ലാത്ത റിയൽ അല്ലാത്ത കോൺഫിഡൻസ് അങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പോൾ അൺറിയൽ ആയിട്ടുള്ള അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അൺറിയൽ ഒരു കോൺഫിഡൻസിലായിരിക്കും കുട്ടി തുറന്നിട്ടുണ്ടാവുക ഈ ഒരു ഭാഗത്ത് മിക്കവാറും കുട്ടികൾ കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി പബ്ലിഷ് ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞ പോലെ കുട്ടികൾ മിക്കവാറും ഒരു ടോപ്പേഴ്സ് ആറ്റിറ്റ്യൂഡിലാണ് വരിക എല്ലാ ആൾക്കാരും. കാരണം LKG മുതൽ ടോപ്പറായിട്ട് വന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും പറ്റും അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അത് പച്ച മലയാളത്തിൽ ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റാം, എന്തായാലും പറ്റും ഇങ്ങനെ പറയാൻ പറ്റും. ഇവിടെ എങ്ങനെയാ എന്തായാലും പറ്റും എന്നുള്ളതായിരിക്കും ഈ ഒരു ഭാഗത്തുള്ള ഒരു ഫീലിംഗ്. എന്തായാലും പറ്റും, എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഞാനാണ് പോകുന്നത്, ഞാൻ ഇരുന്ന് പഠിക്കും, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള രൂപത്തിലായിരിക്കും. ആൻഡ് ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജൂണിലാണ് തുടങ്ങുക. ജൂണിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് മാസം ജൂണാണ്, പിന്നെ ജൂലൈ മാസമാണ്, പിന്നെ ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ കടുപ്പവും കാര്യങ്ങളൊക്കെ കൂടി ടൈം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ കോൺഫിഡൻസിന് എന്ത് സംഭവിക്കും വെച്ചാൽ കോൺഫിഡൻസ് ഗ്രാജുവലി കുറയും. കാരണം ഇവർ വിചാരിച്ചിരുന്ന പോലെ അത്ര എളുപ്പത്തിൽ റാങ്ക് കിട്ടുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവരെ ഏറ്റവും സാഡ് ആയിട്ടുള്ള, അതായത് ഞാൻ കുട്ടികളെ സ്ഥിരം കാണുന്ന സാധനമാണ്, ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വരുന്നത് ഈ 3rd മന്തിലാണ്. ഞാൻ പറഞ്ഞ എക്സാം തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 90 ഡേയ്സ് ഒക്കെ ആവുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങി ഒരു 90 ഡേയ്സ് ആവുന്ന സമയത്താണ് ഇവരിങ്ങനെ സാഡായി വരുന്നുണ്ടാവുക. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുട്ടികൾ എന്ന് വെച്ചാൽ ഡിഫറെന്റ് സാധനങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്ന് വെച്ചാൽ അവർ കുറച്ച് മാജിക്കിലേക്ക് ബിലീവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് കൂടും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഒന്നുമില്ല. നിങ്ങൾ പേരൻസും കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ജൂൺ മാസത്തിൽ നമ്മൾ ചെയ്ത, ജൂലൈ മാസത്തിൽ നമ്മൾ ചെയ്ത, ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ കുറച്ചും കൂടി നാള് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് എന്താ ചെയ്തത്, ഈ സമയത്ത് നമ്മൾ ക്ലാസ് കേട്ടു, നോട്ടുകൾ എഴുതിയെടുത്തു, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. മിക്കവാറും ആളുകൾ വിട്ടുപോകുന്ന ഒരു പോയിന്റ് ഇതാണ്, ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ടത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. പ്രാക്ടീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമുകൾ എഴുതി, ഒരു എക്സാം പോലും വിടാണ്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിന്റെ സ്കോർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു. ഈ എക്സാം സ്കോറിൽ ഇംപ്രൂവ്മെന്റ്, അതായത് നമ്മൾ പഠന സിസ്റ്റത്തിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനിയും ക്ലാസ് കേൾക്കാനും നോട്ട് എഴുതാനും പ്രാക്ടീസ് ചെയ്യാനും എക്സാം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും തന്നെയാണ് ഇനിയുള്ളത്. ഈ വർക്ക് നമ്മൾ എത്ര നാളും കൂടി കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളത് 3 മന്ത്സ് 3 മാസത്തിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർക്ക് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതേ സാധനം ഇനി നെക്സ്റ്റ് 6 മന്ത്സിലും കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അടുത്ത 6 മാസത്തിലും കൂടി ഇതേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, കൂടുതൽ ആവേശത്തോട് കൂടിയിട്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഇത്രയും കാലം ചെയ്ത പോലെ ചെയ്താൽ മതിയാവില്ല, കൂടുതൽ ആവേശത്തോട് കൂടിയിട്ട് എക്സ്ട്രാ എഡ്ജിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ മേളിലെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഇതിങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു പൊസിഷനിലെത്തി 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാഡ് ആവാനും കരയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര സങ്കടവും സാധനങ്ങളായിരിക്കും. അപ്പൊ ഈ സങ്കടത്തിൽ നിന്നിട്ട് ചില കുട്ടികൾ ഇവിടെ വെച്ച് നിർത്തിപ്പോവാണെങ്കിൽ ഐ വിൽ സേ ഇറ്റ് ഇസ് ഓക്കെ. കാരണം അവർക്ക് വേറൊരു പ്രൊഫഷനിലേക്ക്
ക്ലാസ്സുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നിർത്താൻ പറ്റാത്ത കുട്ടികൾ കുറേ ആൾക്കാർ അടുത്ത മാസത്തിലും ഇതേപോലെ സങ്കടപ്പെടും, അടുത്ത മാസത്തിലും ഇതുപോലെ സങ്കടപ്പെടും, അതിൻ്റെ അടുത്ത മാസവും സങ്കടപ്പെടും, അതിൻ്റെ അടുത്ത മാസവും സങ്കടപ്പെടും. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് 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 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആവാതെ ഈ സമയത്ത് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണം. കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരുടെ മെന്റേഴ്സിനെ സഹായിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡോപ്പയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈക്കോളജിക്കൽ ട്രെയിനിങ് കൊടുക്കും, മെന്റൽ ട്രെയിനിങ് കൊടുക്കും, എങ്ങനെയാണ് അവരെ ഇംപ്രവൈസ് ചെയ്യിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട് കാര്യമായ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ കുറേ ടെക്നോളജീസ് ഉണ്ട്, കുറേ ടെക്നിക്കുകളുണ്ട് കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വെച്ചാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ഭയങ്കര നല്ല കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് കുട്ടികൾക്ക് കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ സമയത്ത് കുട്ടികളുടെ ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കിയിട്ട് കുറച്ചൊരു കോൺഫിഡൻസ്, ഭയങ്കര ചിരിയും ഭയങ്കര സന്തോഷം കൊണ്ടുവരുന്നതല്ല, കുറച്ചൊരു കോൺഫിഡൻസിന് സാധനം കൊടുത്തിട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. നീഡ് സക്സസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, നീഡ് സക്സസ് ഈസ് സംതിങ് വിച്ച് നമുക്ക് ഒരേ കാര്യം തന്നെ, സെയിം കാര്യം. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഇപ്പോൾ ഡോപ്പയിൽ തന്നെ ഏറ്റവും ടോപ്പറായിട്ട് വരുന്ന കുട്ടികൾ, അവരോട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി കൂടുതലൊന്നും അല്ല ചെയ്യേണ്ടത്. ഈ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ അടുത്ത 6 7 മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ, ക്ലാസ് കേൾക്കുക, നോട്ട് എഴുതുക, എക്സാം എഴുതുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കാണുന്ന ഡോപ്പയിലുള്ള സ്റ്റുഡൻസിനും പേരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മോർണിംഗ് മീറ്റിംഗ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക, നമ്മളുടെ സൈക്കോളജിക്കൽ ട്രെയിനിങ് സെഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, പിന്നെ നമ്മളുടെ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മെന്റർമാരോട് സംസാരിക്കുക. ആൻഡ് നമ്മൾ പറഞ്ഞു തന്നുള്ള സ്ട്രാറ്റജീസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ആൾക്കാരോട് പറയാനുള്ളത്. പേരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മെന്റേഴ്സിനോട്, നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനോട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക. അവരോട് അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. കുട്ടികളോടും കണക്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ ഞാൻ തൊട്ട് മുന്നേ കേൾപ്പിച്ചു തന്നു നിങ്ങൾക്ക്, ഓരോ കുട്ടിയും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങളെ കേൾപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് പേരൻസിന്റെ പൈസ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അവരോട് പറയാം, ഞാനത് നോക്കിക്കോളാം, നീ ഇത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇന്നലെ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയും കൂടി കാണാം. ഈ സമയത്ത് കുട്ടികൾ നിൽക്കുന്ന ഒരു ബാർഗൈനിങ് സ്റ്റേജിലായിരിക്കും. എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ വെച്ചിട്ട് ഇവരുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടല്ല ചെയ്യുന്നത്, തുടർച്ചയായിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ടാണ് കയറി പോകാന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തായാലും മെസ്സേജ് അയച്ച കുട്ടിക്ക് വിശദമായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഡോപ്പയിലെ സ്റ്റുഡന്റ് ആണെങ്കിൽ എസ്പെഷ്യലി ബാച്ചും കോർഡിനേറ്ററുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് എന്ത് ചെയ്ത് തരാം, പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ട് പഠിക്കണം. നീറ്റ് എന്ന് പറയുന്ന സാധനം ഇന്റലിജൻസ് ഡിപ്പെൻഡന്റ് ആയിട്ടൊരു സാധനം മാത്രമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സാധനമല്ല. നമുക്ക് നല്ല പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതെന്താണ് അതിന്റെ പ്രിപ്പറേഷൻ, അത് എങ്ങനെയാണ് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഇതിങ്ങനെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള രൂപത്തിൽ ഓരോ ചാപ്റ്ററിന്റെയും വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പോകുന്ന ആവറേജ് ബുദ്ധിയുള്ള ആൾക്കാർക്ക് എത്താൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. ആൻഡ് ഇനിയും ഒരുപാട് സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 months വരുന്ന ഈ ഒരു കുരുക്കുണ്ടല്ലോ, ഈ കുരുക്കിനകത്ത് പെട്ടുപോകരുത്, അതിന്റെ മുന്നോട്ട് കടന്നു പോകണം എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്തിട്ടോളൂ. ഓരോന്നിനും നമുക്ക് റിപ്ലൈ ആയിട്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ടും ഒക്കെ ചെയ്തു തരാൻ വേണ്ടി പറ്റും. നീറ്റായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് വരുന്ന ഒരു ചാനലാണിത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിരിക്കും എന്നുള്ള കാര്യം പറയാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ചെയ്തേക്ക്. നിങ്ങൾ ഇതുപോലത്തെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസോ പേരൻസോ ഉണ്ടെങ്കിൽ ഷെയറും ചെയ്ത് കൊടുത്തേക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ, സീ യു.